തൃശൂർ ഇരിഞ്ഞാലക്കുടയിലെ കാട്ടൂരിനടുത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. 2003 റംലത്ത് എന്ന സ്ത്രീ മരിക്കുന്നത്. അവർ മരിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ 8.5 പവൻ സ്വർണ്ണമുണ്ടായിരുന്നു. ഇത് പോലീസ് അതുപോലെ തന്നെ കോടതി മുഖേന RDO കൈവശം സുരക്ഷയ്ക്കായി അതായത് സംരക്ഷിക്കാൻ വേണ്ടി നൽകുന്നു. 2 കുട്ടികളാണ് റംലത്തിനുണ്ടായിരുന്നത്. അവർ രണ്ടും പ്രായപൂർത്തിയാകുന്നതുവരെ ഈ സ്വർണ്ണാഭരണങ്ങൾ RDOയുടെ കൈവശം സുരക്ഷിതമായി സംരക്ഷിക്കാൻ കോടതി മുഖേന ഏൽപ്പിക്കുന്നു. പക്ഷേ പിന്നീട് കുട്ടികൾ പ്രായപൂർത്തിയായപ്പോൾ ഈ സ്വർണം അന്വേഷിച്ച് ചെന്നപ്പോൾ അത് സ്വർണത്തിന് പകരം മുക്കുപണ്ടമാണ് കണ്ടെത്തിയത്. ഇതോടുകൂടി RDOയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം 8.5 പവൻ സ്വർണം എങ്ങനെ മുക്കുപണ്ടമായി എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന പ്രശ്നം. ഇത് സംബന്ധിച്ച് സുലേഖ, റംലത്തിൻ്റെ മാതാവ് സുലേഖ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ ഉമ്മ തന്നെ നമ്മുടെ ചേരുന്നത്. എന്താ സംഭവം ഉണ്ടായത്? അങ്ങനെ എൻ്റെ മോള് മരണപ്പെട്ടാണ് ഈ സ്വർണം പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് മുക്കുപണ്ടം അല്ല എടുത്തുവെച്ച് മുക്കുപണ്ടം എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായി. വക്കീൽ ചോദിച്ചു 8.5 പവൻ്റെ സ്വർണ്ണമാണ്, അതൊരു പൊട്ടിയ കമ്മലും ഒരു ചെറിയ പൊട്ടിയ മാലയും. അപ്പോൾ അത് അവർ അവിടെ എടുത്തുവെച്ച് നോക്കട്ടെ പിന്നെ ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരു 2002 തൊട്ട് ഇപ്പോൾ ഈ 2003 മുതൽ ഇപ്പം അടുത്ത ആഴ്ച വരെ 2 ആഴ്ച മുന്നേ വരെ ഞാൻ ഈ കലക്ട്രേറ്റിൽ കയറി ഇറങ്ങണം എൻ്റെ മോളെ ഈ സ്വർണത്തിന് വേണ്ടിയിട്ട്. കുട്ടികൾക്കാണെങ്കിൽ യാതൊരു ഗത്യന്തരവും ഇല്ല. അവിടെ ചെന്നപ്പോൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾ സ്വർണം നമ്മൾ കൈമാറിയിട്ടുണ്ടായിരുന്നല്ലോ, അത് പരിശോധിച്ചപ്പോൾ എന്താ നിങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞത്? അവർ പറയുന്നത് കാണാനില്ല എന്നവിടെ. അവർ പറയുന്നത് ഇതിവിടെ കാണാനില്ല, അന്വേഷിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ ഇനി പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു തന്ന മുതൽ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചല്ല കാട്ടൂർ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അവിടേക്ക് വിളിച്ച് ചോദിച്ച് അവർ എല്ലാം സമ്മതിച്ചിട്ട് വെച്ചിട്ടുള്ള സാധനമാണ്. അവരടക്കം ഇതായിട്ടാണ് തഹസീൽദാർ അത് അവിടെ മജിസ്ട്രേറ്റ് മുന്നാകെ ഏൽപ്പിച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കളക്ടർ എന്താ പറഞ്ഞത്? കളക്ടർ നേരിട്ട് കണ്ടു? കളക്ടർ നേരിട്ട് കണ്ട് 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ കണ്ട്. കളക്ടർ നോക്കട്ടെ അന്വേഷിക്കട്ടെ അങ്ങനെ കളക്ടറിന് കേസ് കൊടുത്തത് അന്വേഷിക്കാൻ. അപ്പോൾ അവർ ശരിക്കും SI അവിടുത്തെ സെൽവരാജ് എന്നാണ് പറഞ്ഞിട്ട് SIന്ന് പറഞ്ഞത് ഞങ്ങളോട്, നിങ്ങളുടെ സ്വർണ്ണം 8.5 പവൻ്റെ സ്വർണ്ണം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ മുക്കുവണ്ടം വെച്ചേക്കണം അവർക്ക് ഉറപ്പുള്ളത് SI പറഞ്ഞത്. ഇതുപോലെ ഈ സംഭവം 2003 ഈ സ്വർണം ഈ പ്രസവത്തിന് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ സ്വർണം അവരുടെ അതായത് ഈ കുട്ടിയും ഈ സ്ത്രീ മരിക്കുന്നു, അവരുടെ ദേഹത്ത് 8.5 പവൻ സ്വർണം ഉണ്ടായിരുന്നു. അത് തൂക്കം നോക്കി തട്ടാനെ കൊണ്ട് നോക്കിയിട്ട് അത് സ്വർണം തന്നെയെന്ന് അവർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് അവർ ട്രഷറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ട് സൂക്ഷിച്ച സ്വർണ്ണമാണ് പിന്നീട് കളവ് പോയത്. അവിടെ ട്രഷറിയിൽ കൊണ്ടുപോയതിനൊക്കെ രേഖകളുണ്ട്? എല്ലാ രേഖകളുണ്ട്, എല്ലാം ഉണ്ട്. ഏത് മുഖേന പോയത് ട്രഷറിയിലേക്ക്? അതായത് നിങ്ങൾ പോലീസാണ് അവിടെ എത്തിച്ചത് സ്വർണ്ണമൊക്കെ? പോലീസ് ആദ്യം ആർക്ക് കൈമാറി? പോലീസ് ആദ്യം തഹസീൽദാർ അവിടേക്ക് കൊടുത്ത് തഹസീൽദാർ അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. സ്വർണ്ണം ഉറപ്പ് വരുത്തിയിട്ട് പോയത്. പോലീസ് അവിടെ വന്ന് അപ്രൈസർ വന്ന് പരിശോധിച്ചിട്ട് സ്വർണ്ണം എന്ന് പറഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ RDO ഓഫീസിൽ പോയപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിഞ്ഞത്? അവിടെ ഞങ്ങൾ ചെന്ന് അവിടെ ഈ വെച്ച സ്ഥലം എവിടെയെന്ന് ചെന്ന് നോക്കി. വെച്ച് ചെന്ന സ്ഥലം ഒരു ഇരുമ്പിൻ്റെ ഒരു അലമാരിയുണ്ട്, അതിൽ എങ്ങനെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു ഈ സ്വർണ്ണം നിങ്ങൾക്ക് ബാങ്ക് ലോക്കറിൽ വെക്കാറുന്നില്ലെന്ന് ചോദിച്ചു. ഇല്ല അത് ഇവിടെ ഞങ്ങൾ വെക്കാറെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇത് ആർക്കും എടുത്തുകൊണ്ട് പോകല. അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെ ഇവരെന്നെ എടുത്ത് മാറ്റിയല്ലോ. അതിലെടുത്ത് കൊണ്ടുപോയ അന്നത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിൽ? അതിൽ ഒരു താലിമാലിൻ്റെ എന്തൊക്കെ 6.5 പവൻ്റെ താലിമാല, 1.5 പവൻ്റെ ഒരു തടവള, പിന്നെ 2 ഷെഡ്, പിന്നെ ഒരു മോതിരം ഉണ്ടായിരുന്നു 1.5 പവൻ്റെ. ആ മോതിരത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ഇതിൽ പറയുന്നേക്കില്ല. ആകെ 8.5 പവൻ എന്ന് പറഞ്ഞാൽ എന്തുട്ടെങ്കിലും ആവട്ടെ. അങ്ങനെ ആ സ്വർണ്ണമാണ് എൻ്റെ മോളുടെ സ്വർണ്ണൻ്റെ മേലുണ്ടായിരുന്ന സ്വർണ്ണമാണത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് സ്വർണ്ണമൊന്നും കാണാൻ പറ്റിയില്ല. അവിടെ അളമാരി കാട്ടും. ഞാൻ ഏതെവിടെ വെച്ചായിരുന്നു ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ അളമാരിൽ വെച്ചാൽ ഈ അളമാരിൽ ഈ സ്വർണ്ണം നിങ്ങൾ ആർക്കും എടുത്തുകൊണ്ട് പോകല. അങ്ങനെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഇവിടെ അവിടെ ഒന്നുമില്ല, അതിലില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു ഇവർ 2 ആൾ ഇതിൽ സംശയമുള്ളത്. അതിൽ ഒരാൾ മരിച്ചു, ഒരാൾ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞത്. അതെ, അവിടെ ജോലി ചെയ്തിരുന്നവർ എടുത്തു എന്ന് പറയുന്നവർ. അപ്പോൾ അവർ അവിടെ ഇപ്പോൾ മാറിപ്പോയി. ഒരാൾ മരിച്ചു, ഒരാൾ കാണാനില്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ ഇത് അന്വേഷണം നടക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യമായി കളക്ടറേറ്റിൽ പോയി. ഞാൻ കളക്ടറോട് പറഞ്ഞു ഇത്തക്ക് വളരെ സീരിയസ് ആയ അസുഖങ്ങളും പലതും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സത്യാഗ്രഹം എടുക്കും. ഇവിടെ കളക്ടർ മുറിയിൽ അതിൻ്റെ പുറത്ത് വന്നിരിക്കും. ഈ സംഖ്യ സ്വർണ്ണം തിരിച്ചു കിട്ടണം. ഈ സ്വർണം കിട്ടിയിട്ട് വേണം നമുക്ക് ഒരു വീട് പണിത് മുമ്പക്ക് താമസിക്കാനായിട്ട്. ഇപ്പോഴത്തെ പറമ്പ് സ്ഥലങ്ങളൊന്നും മുമ്പയ്ക്ക്
ഏതായാലും അതീവ ദയനീയ അവസ്ഥയിലാണ് ഇവരുടെ കുടുംബം. 8.5 പവൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ സൂക്ഷിച്ച 8.5 പവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അതിനേക്കാളേറെ ഗുരുതരമായ അവസ്ഥയായി മാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. പക്ഷേ ഈ കാലഘട്ടത്തിനിടയിൽ ആരൊക്കെ അവിടെ ജീവനക്കാർ മാറിയോ, ആരെടുത്തു എന്നത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.